അർജുൻ മുന്നിൽ പിന്നെ ശ്രീതു ഇങ്ങനെയാണ് അവർ റെഡ് കാർപ്പറ്റിൽ വരണത്. അപ്പോൾ ജാതി ലവിൻ്റെ സോങ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വരണത്. കുറേ പേര് ഇതിന് കമൻറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൻ്റെ ഹൃതിക് റോഷൻ എന്നാണ് അർജുനെ വിളിച്ചിരിക്കുന്നത്. പിന്നെ ശ്രീതു പിന്നിൽ വരുന്നുണ്ട്. പിന്നെ അവിടെ ലവ് ചിഹ്നത്തിൻ്റെ പൂരമാണ് കേട്ടോ. നല്ല രസമുണ്ട് രണ്ടുപേരും വരണ കാണാൻ. റെഡ് കാർപ്പറ്റിൽ വരുമ്പോൾ ബിഹൈൻഡ് വുഡ്സിൻ്റെ അവാർഡൊക്കെ കിട്ടി. പിന്നെ റെഡ് കാർപ്പറ്റിലാണ്. അപ്പോൾ അവിടെ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ റെനീഷ, എന്തിനും ഏതിനും റെനീഷയാണ് നിൽക്കുന്നത്. അപ്പോൾ റെനീഷ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയപ്പോൾ എന്ന് പറയുന്നത്, ട്രെൻഡിങ് പെയറായിട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം എന്ന് ശ്രീതു പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചിരുന്നോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ഈ വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ വരുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഇത്രമാത്രം ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ റെനീഷ പറഞ്ഞു നല്ല കോംബോയല്ല. അപ്പം നമ്മുടെ ശ്രീതു പറഞ്ഞു കോംബോ എന്നൊന്നും പറയരുത്, ബോണ്ട് എന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. കോംബോ എന്ന് കേൾക്കുന്ന ഭയങ്കര ദേഷ്യമാണെന്നും പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ശ്രീതും അർജുനും തമ്മിൽ നല്ല ചേർച്ചയൊക്കെ ഉണ്ടെന്ന് റെനീഷ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അർജുനോട് ചോദിച്ചു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്. അപ്പോൾ അർജുൻ പറഞ്ഞു മൂവി കോൺസെൻട്രേറ്റ് ചെയ്യുക അതന്നെ. അപ്പോൾ ശ്രീതുവിനോട് ചോദിച്ചപ്പോൾ ശ്രീതു പറഞ്ഞു മൂവി എനിക്കും അത് തന്നെയാണ്, ഞാൻ സീരിയലിനേക്കാളും കൂടുതൽ ഇനി മൂവി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണെന്നൊക്കെയാണ് ശ്രീതു പറഞ്ഞത്. എന്തായാലും അർജുനെയും ശ്രീതുവിനെയും വീണ്ടും കാണാൻ പറ്റിയതിൽ എല്ലാവരും വീണ്ടും സന്തോഷിച്ചിരിക്കുകയാണ്. ഇവരുടെ ഒരുമിച്ചുള്ള പെയറിൻ്റെ അവാർഡ് കിട്ടിയ സമയത്ത് ഉള്ള വീഡിയോ 1 മില്യൺ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ വീഡിയോയുടെയും ഉറപ്പായും 1 മില്യൺ കഴിയുന്നു, 100% ഉറപ്പാണ്. രണ്ടുപേരും അടിപൊളിയായിട്ടാട്ടോ എത്തിയിരിക്കുന്നത്. രണ്ടുപേരും ഒരു സിങ്കൊക്കെ ഉണ്ട് കേട്ടോ.